പുതിയൊരിടത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പം നമുക്ക് പുഴയിൽ പോവാട്ടോ. പുഴയിൽ പോയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും സംസാരിച്ചിരിക്കാവേ. അപ്പം നല്ല വെയിലാണ്. പിന്നെ കീപ്പോട്ട് ഇറങ്ങുമ്പോഴാണ് അധികം മെയിനായിട്ട് പുഴയിൽ സൈഡിലുള്ളത്. പിന്നെ നമുക്ക് തണലുള്ള ഭാഗങ്ങളുണ്ട്. അതാണിത്. ഈ ഭാഗത്തൊക്കെ നല്ല തണലാണ്, ആ ഭാഗത്തൊക്കെ നേരെ വെയിലാണ്, ചൂട്. അപ്പം നമുക്ക് തണൽ തിന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. എന്തൊക്കെയുണ്ട് വിശേഷം? പുഴയിലേ ഞാൻ മീൻ പിടിക്കാൻ എൻ്റെ വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചാണേ. എങ്ങനെ അറിയോ? ചെറിയ പാത്രത്തിൽ ചോറിനൊക്കെ എന്നെ കാണുന്നില്ലല്ലേ. ഈ മീൻ പിടിക്കണ വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. എങ്ങനെ അറിയോ? ഈ ചെറിയ പാത്രത്തിൽ ചോറിന് വറ്റിട്ടിട്ട് ഫോണ് കയ്യിൽ നിന്ന് വീഴും. ആ വറ്റിട്ടിട്ട് ആ ഒരു തുണി അല്ലെങ്കിൽ ഒരു തോർത്ത് കെട്ടിയിട്ട് നടുക്ക് ചെറിയൊരു ഹോളാക്കുക. എന്നിട്ട് ഈ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറേ മീൻ കിട്ടും. എന്നുവെച്ചാൽ വലിയ മീനുകളാണ്, കറി വെക്കാൻ പറ്റുന്ന മീനുകളുള്ളത്, ചെറിയ വളർത്തണ മീനുകൾ. പക്ഷേ ഈ പുഴയിൽ മീൻ വളർത്താൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചത്തുപോകും. മാക്സിമം ഒരു ദിവസം നിൽക്കുള്ളൂ, കൂടിപ്പോയി 2 ദിവസം നിൽക്കുമായിരിക്കും. അപ്പം അത് ചത്തുപോകും. അപ്പം അതിനെ പിടിച്ചിട്ട് കാണിക്കാന്നേ ഉള്ളൂ, അല്ലാതെ അതിനുകൊണ്ട് വേറെ ഉപകാരങ്ങളൊന്നുമില്ല. പിന്നെ കഴിക്കാൻ പറ്റുന്ന മീനുകളുണ്ട്, പക്ഷെ അത്ര വലിപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഈ മീനില്ലേ, ഏത് നത്തള് മീനില്ലേ, ആ മീനിൻ്റെ വലുപ്പത്തിൽ കുഞ്ഞു പരലുകളുണ്ടാവും. അത്യാവശ്യം വലിയ മീനുകളുണ്ട്. പിന്നെ വേറെ സൈസിൽ മീനുണ്ട്, കല്ലിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന മീനുകൾ. ആ മീൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളില്ലേ ഒരു 2-3 പേരുള്ള സമയങ്ങളിൽ ജസ്റ്റ് കല്ലിൻ്റെ ഇടയ്ക്ക് കൈയിടുക, ഒരു കല്ല് നോക്കുക, ആ കല്ലിൻ്റെ ഇടയിൽ മീനുണ്ടാവും ഉറപ്പ് വരുത്തുക. ചില കല്ലിൻ്റെ ഇടയിലൊന്നും മീനുണ്ടാവില്ല, ചില കല്ലിൻ്റെ ഇടയിൽ മീനുണ്ടാവും. അപ്പം ആ കല്ലിൻ്റെ ഇടയ്ക്ക് ചുറ്റും കൈയിടുക. അപ്പോൾ എന്താവും, ആ മീന് പുറത്തൊന്നും പോകാൻ പറ്റാതെയാവും. നമ്മളിങ്ങനെ കൈയിടുമ്പോൾ കറക്റ്റ് കയ്യിൽ ആ മീൻ തട്ടും. അതിനുള്ളിൽ പിടയ്ക്കണത് ഓടണ കാണാൻ പറ്റും. അങ്ങനെ കൈ ലേശം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ മീനിനെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റും. പക്ഷെ ഒരാളാകുമ്പം പറ്റില്ല, ചെറിയ കല്ലൊക്കെ ആകുമ്പോൾ പിടിക്കാൻ പറ്റും. അതേസമയം 2-3 പേരുണ്ടെങ്കിൽ വലിയ കല്ലുകളിലൊക്കെ മീനിനെ പിടിക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നല്ല മീൻ കിട്ടും. നല്ല അത്യാവശ്യം വെള്ളം കുറവാണ്. വെള്ളമുള്ള സമയത്ത് വലയിട്ടിട്ടാണ് സാധാരണ ഒരു മീൻ പിടിക്കാറ്, ഇവിടെ ഉള്ളവരൊക്കെ മീൻ പിടിക്കാറ് കേട്ടോ. നമ്മൾ ഈ പുഴയിൽ മീൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ പുഴയിൽ മീൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അതേപോലെ മറ്റേ എന്തുവാ പാമ്പിനെ പോലെയുള്ള മീനുണ്ട്, ആരിലെന്ന് പറയും. അങ്ങനെ പലതരത്തിലുള്ള മീനുകളുണ്ട്. അവിടെ വെച്ചാൽ ഫോണിൽ കറക്റ്റ് കാണുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ വീണ്ടും കയ്യിലെടുത്ത് പിടിച്ചത് ഇങ്ങനെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഓരോ മീനും ഞാൻ കാണിച്ചു തരാം. പിന്നെ തവളപ്പൊട്ടമായ കുറേ ഇരിപ്പുണ്ട്, സൈഡിലൊക്കെ ഇരിപ്പുണ്ട്. ഇനിയും വെള്ളം കുറയും. ഇപ്പോൾ ഇത്രയും വെള്ളമുണ്ട്. ഇപ്പോൾ വെള്ളം കുറച്ച് നമ്മൾക്ക് സൈഡിലൊന്നും കെട്ടിയിട്ടില്ല. കുറയും. നമ്മൾ വെള്ളം കുറയുമ്പം ആ താഴെയില്ലേ, ആ ഒരു സൈഡിൽ നമ്മൾ കല്ല് വെച്ച് ഇങ്ങനെ തടയുമ്പം അത്യാവശ്യം വെള്ളം നമുക്ക് കിട്ടും. അതേപോലെ ഓരോരോ ആവശ്യങ്ങൾക്ക് അവരവരോട് തടയുമ്പോൾ അത്യാവശ്യം വെള്ളം കിട്ടും. ഇങ്ങനെ വെള്ളം തുറന്നിങ്ങനെ വിടുമ്പം വെള്ളം കിട്ടില്ല. നമ്മൾ ചെറിയൊരു കുഴി ആയതുകൊണ്ട് ഇവിടെ അത്യാവശ്യം വെള്ളം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടെ ഈ വെള്ളമൊക്കെ വറ്റും. ഇവിടെയാണ് ഞങ്ങൾ അലക്കാറ്. ഈ നിൽക്കണ ഈ കല്ലില്ലേ, ഈ കല്ലിലാണ് ഞങ്ങൾ അലക്കാറ്. ഇപ്പോൾ കുറച്ച് മുന്നേ അലക്കി പോയതേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കളർ മീൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കളർ മീൻ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുഞ്ഞു പരലിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, പരൽ കുഞ്ഞുങ്ങളുണ്ട്, ചെറുത്. ഈ മീനാണ് കളർ മീൻ. പിടിച്ച് പോയി ചത്തുപോകും. പിന്നെ കുറച്ച് തവളപ്പൊട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട് ഉണ്ടോ, തവളപ്പൊട്ടൻ. ഈ കുഞ്ഞു കല്ലിൻ്റെ ഇടയിലൊക്കെ മീനുണ്ടാവും. അപ്പം നമ്മൾ പറഞ്ഞ പോലെ കൈയിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ മീനിനെ പിടിക്കാൻ പോകും. ഇവിടെ ചെറിയ താഴ്ചയുണ്ട്. ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയാൽ അങ്ങനെ ഉണ്ടാവില്ല. ഇങ്ങനെ അതാണ് ഫുൾ വ്യൂ. നമ്മുടെ ഇവിടുത്തെ പുഴേൻ്റെ ഫുൾ വ്യൂ അതാണ്. പിന്നെ ഫുള്ള് പാറക്കെട്ട്. മേലോട്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും, കണ്ടോ, ഇങ്ങനെ ഇരിക്കും. നല്ല രസമാണ്. നമ്മൾ കൂട്ടായിട്ട് നമ്മളൊരു 4-5 പേര് വന്നിട്ട് നല്ല ജോളിയിട്ട് കുളിക്കാനൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ വൈബായിരിക്കും. കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. നല്ല രസമാണ്, കണ്ടോ. ഇങ്ങനെയാണ് കണ്ടോ, ഓട കണ്ടില്ലേ, ഓട. ഈ ഓടയൊക്കെ വന്ന് കുറേ എന്താ പറയുക, കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ സമയത്തൊന്നും ഓട കൊത്താൻ വേണ്ടി ആൾക്കാർ വരും. ആദ്യമൊക്കെ പെർമിഷൻ വാങ്ങുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെ ഈ ഓട കൊത്താനൊക്കെ നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ പോയിട്ട് പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് വേണം ഈ ഓട കൊത്തണമെങ്കിലൊക്കെ കേട്ടോ. ഇപ്പം കണ്ടില്ലേ, ഈ ഓട കൊത്തിയിട്ടാണ് മറ്റേ ഓട കൊണ്ടുള്ളൊരു പൂ പോലെ സംഭവം ഉണ്ടാവില്ലേ, അതുണ്ടാക്കണത് ഈ ഓട കൊണ്ടാണ്. ഇതെന്നറിയോ,
ഈ മരം എന്താണെന്നറിയോ? ഞാറ. ഈ ഞാവൽപ്പഴത്തിൻ്റെ വേറൊരു സൈസ് ഉണ്ട്, ഞാറ. ഇതിന് വലിയ മധുരം ഉണ്ടാവില്ല. ഞാവൽപ്പഴം നല്ല മധുരം ഉണ്ടാവും. ഇതാണ് ഞാറ, മധുരം ഉണ്ടാവില്ല. മഴ പെയ്യുമ്പോഴാണ്, മഴക്കാലത്താണ് അത് ഉണ്ടാവുക. ഒന്നാമത് മധുരം ഉണ്ടാവില്ല, മഴക്കാലത്തും കൂടെ ആകുമ്പോൾ തീരെ ഉണ്ടാവില്ല. പിന്നെ അതാണ്ടോ, അതിന് പേര് പറഞ്ഞല്ലോ, അയിനിച്ചക്ക കണ്ടില്ലേ? അതാണ് അയിനിച്ചക്ക. ആവുന്നേ ഉള്ളൂ. അത് വലുതായി ഈ വലുപ്പം തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ പഴുത്ത് കഴിയുമ്പോൾ അതിനുള്ളിൽ ചക്കേൻ്റെ അതേ കൂട്ടനായിരിക്കും, മഞ്ഞ കളറിലുണ്ടാവും കേട്ടോ. നല്ല രസമായിരിക്കും, നല്ല മധുരമായിരിക്കും. അത് അപ്പോഴേക്കും അത് പകുതിയോളം വവ്വാൽ ചപ്പി തിന്നും. വവ്വാലിൻ്റെ ശല്യം കൊണ്ട് അത് കിട്ടില്ല, മിക്കതും കിട്ടില്ല. പിന്നെ ഒന്നാമത് അത്രയും ഹൈറ്റ് ആവുമ്പോൾ കയറി പറിക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ ഒരു സമയം നമ്മൾ കയറി പറിച്ചിട്ടുണ്ട്. ഇവിടെയല്ല, വേറെ മരങ്ങളിൽ കയറി പറിച്ച് കഴിച്ചിട്ടുണ്ട്. നല്ല രസമാണത്. കണ്ടോ, മീനോട് ഓടിക്കളിക്കുന്നു. മീനുണ്ട്, പക്ഷെ ഇവിടെ താഴ്ചയാകുമ്പോൾ കുറവാണ്. അപ്പം കുറച്ച് അപ്പുറത്ത് നോക്കി നല്ല മീനുണ്ടാവും. ഇങ്ങനെ പിന്നെ നമ്മുടെ വീട്ടിൽ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ മാവിൽ മാങ്ങ ആവണത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മാവ് പൂത്തെങ്കിലും മാങ്ങ ഉണ്ടായില്ല. ഈ പ്രാവശ്യം മാങ്ങ ആയിട്ടുണ്ട്. എന്ത് മാങ്ങയാണ് അറിയില്ല. പിന്നെ അത്യാവശ്യം ചക്കയൊക്കെ ഇവിടെ ആവുന്നേ ഉള്ളൂ. ചില സ്ഥലങ്ങളിലൊക്കെ ചക്ക പഴുത്ത് കഴിക്കാൻ തുടങ്ങി. ഇവിടെ കണ്ടില്ലേ, ചക്ക ആവുന്നേ ഉള്ളൂ. അത്യാവശ്യം ചക്കയുണ്ട് ഈ പ്രാവശ്യം ഈ മരത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം 4-5 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രാവശ്യം കുറച്ച് ചക്കകളൊക്കെ ഉണ്ട്. തൊണ്ടയിൽ കിച്ച് കിച്ച് പറഞ്ഞില്ലേ, ഈ മാവാണ് പറഞ്ഞില്ലേ, ഇതിലാണ് ഞാൻ പറഞ്ഞത്. മാങ്ങയായിട്ടുണ്ട്. കാട്ടു മാങ്ങയെന്ന് തോന്നുന്നു. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. അതിനകത്ത് ഉറുമ്പിൻ്റെ കൂടുണ്ട്. ആ പ്ലാവിൽ ഉറുമ്പിൻ്റെ കൂടുണ്ട്. ചക്ക ഇനി ആവുന്നുണ്ട് കേട്ടോ. കുറേ ആയി വരുന്നുണ്ട്, ചെറിയ ചെറിയ ചക്കകളായി വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ വള്ളിയൂർക്കാവ് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച ഒരു പ്ലാവിൻ തൈയാണ്. കുഴപ്പമില്ല, ഉഷാറായിട്ട് വരുന്നു. പിന്നെ കാപ്പിയൊക്കെ നല്ല പൂത്തിട്ട് നല്ല മണം. ഇപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോയ പുഴയില്ലേ, അതിൻ്റെ ബാക്കി ഭാഗമാണ് അങ്ങോട്ട്. കണ്ടോ, കാപ്പിയൊക്കെ ഇപ്പോൾ ഇതിലിപ്പുറത്ത് കുറവാണ്. ഉച്ചയായതുകൊണ്ട് കരിഞ്ഞു പോയി. ഇനിയിപ്പോൾ നാളെ രാവിലെ വീണ്ടും പൂത്ത് തുടങ്ങും. ഇതുണ്ടല്ലേ, അപ്പുറത്തൊക്കെ എല്ലാം കരിഞ്ഞു പോയി, അത്ര ആയില്ല. ഇവിടെയൊക്കെ നല്ല പൂവുണ്ട്, നല്ല മണമാണ്. രാവിലെ നോക്കുമ്പോഴേ ചെറിയൊരു കോട ഇറങ്ങലും ഈ കാപ്പി പൂത്തതും അതിൽ നിറച്ച് തേനീച്ചകൾ ഇങ്ങനെ തേൻ കുടിക്കുകയായിരുന്നു. ഇതെല്ലാം കരിഞ്ഞു പോയി. തേനീച്ചകൾ കുറേ ഉണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞ പിള്ളേരെ പുറത്ത് വിടണ്ട, നിറച്ചും തേനീച്ചയാണ് എന്ന്. കണ്ടോ, അടക്ക നമ്മളിവിടെ ആദ്യമായിട്ടുണ്ടായതാണ് അടക്ക. ആദ്യമായിട്ടാണ് ഇതിൽ അടക്ക ഉണ്ടായിട്ടുള്ളത്. ഇതിലല്ല, നമ്മളെ വീട്ടിൽ കവുങ്ങ് ഒരു 4-5 നട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ആദ്യമായിട്ടാണ്. ആ പറഞ്ഞ അവിടെ ഒരു പ്ലാവിൽ ചക്കയായിട്ടുണ്ട്, അതിലും ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളെ വയനാട് ചക്ക ഇപ്പോൾ ഈ വലുപ്പത്തിലായിട്ടുള്ളൂ. കുറേ സ്ഥലങ്ങളിലും ചക്ക മൂത്ത് പറിച്ച് പഴുത്ത് തിന്ന്. എന്തൊരു മാറ്റങ്ങളാണല്ലേ. ഇതാണ് ഇവിടുത്തെ വിശേഷം. പുഴയിൽ പോയി പുഴ കാണിച്ചു. ഇത് നമ്മൾ സാധാരണ നമുക്ക് ഇത് പുഴയാണ്, പക്ഷെ കുറേ പേര് പറയും ഇതാണ് പുഴ, നിങ്ങളുടെ പുഴ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറയും. ലൈവിൽ കാണിക്കുമ്പോഴും അല്ലാതെ വീഡിയോ സൈഡ് കാണിക്കുമ്പോഴും ഇത് പുഴയല്ല, ഇത് തോടല്ലേ, ചെറിയ അരുവിയല്ലേ എന്നൊക്കെ പറയും. എന്നല്ല, നമുക്കിത് പുഴയാണ്. ആരും വില കുറച്ച് കാണണ്ട കേട്ടോ, കാണാൻ ചെറുതായിരുന്നേ ഉള്ളൂ. 2018 പ്രളയം വന്ന പുഴയാണത്. അപ്പോഴൊക്കെ പുഴൻ്റെ ഒരു ഒഴുക്ക് ഇങ്ങനെ ആയിരുന്നില്ല. അതിനുശേഷം JCB കൊണ്ടുവന്ന സൈഡ് മുഴുവൻ മണ്ണ് മാന്തി വീതി കൂട്ടി, അങ്ങനെയാണ് ഈ പുഴയുടെ ഗതി മാറിപ്പോയത്. ആദ്യം അങ്ങനെ അല്ലായിരുന്നു, ചെറിയ ഇടുക്കുള്ള പുഴയായിരുന്നു, ചെറിയൊരു ഗ്യാപ്പുള്ളതായിരുന്നു. ഇപ്പം എന്തൊക്കെയാണ് അതിന് വീതി കൂട്ടിയപ്പം അങ്ങനെ ആയതാണ്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ. ലൈക്ക് അടിക്കാനും സബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളെ ചെറിയ ചെറിയ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് വരാനുള്ള ഒരു വഴി കേട്ടോ. അപ്പം മറക്കാതെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചെറിയൊരു വിശേഷം പറച്ചില്ല, അത്ര തന്നെയുള്ളൂ. അങ്ങനെ കണ്ടാൽ മതി. ഓക്കെ, മറ്റൊരു വീണ്ടും കാണാതെ ബൈ.